ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ തീരുമാനങ്ങൾ ഒരു തീരുമാനം എടുത്തില്ല. സത്യമാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്യാറില്ല, എപ്പോഴും പ്ലാൻ ചെയ്യാറ്. ശരി, കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ 2024 മൊത്തത്തിലെ നല്ല അനുഭവം പറയാനോ? നല്ല അനുഭവം. നല്ല അനുഭവം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലതാണോ? മിക്സ്ഡ് ആണ്. കുഴപ്പമില്ലായിട്ട് 2025 നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ ഡിസിഷൻസ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല. 2024 ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? 2024 ഏറ്റവും ഒറ്റ വാക്കിൽ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂള് പേരെന്താ? കോഴിക്കോട് വന്നിരിക്കുക. ഇവിടെ ഇവന്റെ പേര് അതില. ഇവൻ വലിയ തള്ളനാ. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് പറയാണ് ഇതിന്റെ ഉള്ളിൽ പോയാൽ ഇതുവരെ തിരിച്ചു വരൂലെന്ന്. ഇതിനുള്ളിൽ പോയാൽ തിരിച്ചു വരില്ലതാ. 2024 ഒറ്റ വാക്കിൽ പറയണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. 2025 പറഞ്ഞിട്ട് ഒരു എയിമോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഈ ന്യൂ ഇയർ എങ്ങനെ പോയി? ഇങ്ങനെ തന്നെ പോയി. ഇവരുടെ ടീച്ചേഴ്സ് ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം? പൊളിയാണ്, തീരെ പോരാ, വളരെ മോശം. അടിപൊളിയാക്കും. ബൈ 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 ഇടിച്ചോ. ഓക്കെ, പോട്ടെ. പുതിയ ഡിസിഷൻസ് എന്തൊക്കെയാ? ഇമോഷൻ കൺട്രോൾ ചെയ്യണം. വേറെ ഒന്നുമില്ല. 2024 ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൂഞ്ചലായിരുന്നു. കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? പേരെന്തായിരുന്നു? ശ്രീലക്ഷ്മി. ജസ്റ്റ് എടുത്തിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാ? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും തെറ്റായിട്ട് നടക്കരുത്. അതെ, നല്ല രീതിയിൽ നടക്കുക, ഒരാളിനെയും ഉപദ്രവിക്കാതെ. 2024 കഴിഞ്ഞ വർഷം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് ഇപ്പൊ ഈ പ്രാവശ്യങ്ങളും നല്ലത് നടക്കട്ടെ എന്ന് വിചാരിക്കും. നല്ലതുണ്ടാവും, നമ്മൾ നല്ലത് വിചാരിച്ചാൽ നല്ലതുണ്ടാവും. ഓക്കെ, താങ്ക് യു. വേറൊരു ക്വസ്റ്റ്യൻ. 2025 ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിലെടുത്തിട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുവരാൻ വിചാരിച്ച പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? മാലിന്യ സംസ്കരണം. അതാണ് പ്ലാനിങ്. 2024 എങ്ങനെ പോയി ആ ഒരു വർഷം? സുഖം ദുഃഖം ഇടകലർന്ന് പോയി. കുഴപ്പമില്ല, ഓക്കെ ആണ്. എന്തായാലും നിങ്ങൾ നല്ലത് വിചാരിക്കുന്നുണ്ട്, നല്ലത് നടക്കട്ടെ. താങ്ക് യു. എടുത്തിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാ? പുതിയ തീരുമാനം എന്ന് പറയുമ്പോൾ സിംഗിൾ ആവാനാണ് ഉദ്ദേശിച്ചത്. കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ആവണമെന്നാ? കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിംഗിൾ ആവണമെന്നാ ഉദ്ദേശിച്ചത്. വിട്ടോ, നിനക്ക് ഗ്യാപ്പില്ല, നീ വിട്ടാന്ന്. ഓക്കെ, 2024 ഒറ്റ വാക്കിൽ പറയണെങ്കിൽ എങ്ങനെ? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കാരണം മെയിനായിട്ട് റിലേഷനിലെ കേസ് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടില് ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലോക്കായിരുന്നു, പഠിക്കാൻ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് മോശമായിരുന്നു. 2025 ബ്രേക്കപ്പ് ആവണമെന്നാണ് തീരുമാനം. കുറച്ച് കൊള്ളാം. കുട്ടിയുടെ ഫേസ് കാണിക്കണ്ട, ഇല്ല, പ്രശ്നമാണ്. ശരി, പേരെന്തായിരുന്നു? ഷഹാൻ. കുട്ടിയുടെ പേരെന്തായിരുന്നു? ആൻഷിയ. സ്ഥലം ഇവിടെ വീട് ശരിക്കും തൃശ്ശൂരാണ്, പൊള്ളാച്ചി എന്ന് പറയുന്നത്. പൊള്ളാച്ചി തന്നെ വരുന്നത്. ഓക്കെ, സെറ്റ്. എനിക്ക് എന്താണ് പുതിയ തീരുമാനങ്ങൾ? പുതിയ തീരുമാനം പറഞ്ഞാൽ ആരും വേദനിപ്പിക്കാതെ ജീവിക്കണം. വേറെ പുതിയ തീരുമാനം 2024 ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമായിരുന്നു, വളരെ മോശം. എല്ലാ രീതിയിലും മോശം തന്നെയായിരുന്നു. ഓക്കെ, നേരത്തെ എണീക്കണം. കാരണം ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അപ്പം നേരത്തെ എണീക്കണം. പിന്നെ ഞാൻ തീരുമാനം എടുത്തത് എല്ലാ കാര്യങ്ങൾക്കും സമയത്തിന് പോകണം. ലേറ്റ് ആയിട്ടാണ്. ഒരുപാട് 2024 എന്തായാലും ആ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. ആക്സിഡന്റ് ന്യൂസ് അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. സോ അത് കഴിഞ്ഞതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇനി അങ്ങനത്തെ ന്യൂസ് ഒന്നും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറെ. എൻ്റെ പേര് സമീത. 2025 സ്റ്റാർട്ട് ആയില്ലേ? സോ அதனால நீங்க எடுத்துட்ட நியூ டிசிஷன்ஸ் என்ன? நியூ டிசிஷன் என்னன்னா 2024 கொஞ்சம் மோசமாக தான் இருந்துச்சு. அதனால இந்த வருஷம் வந்து ஒழுங்காக வேலைக்கு போயிட்டு, ஏன்னா இப்போ தான் டிகிரி முடித்தோம். அதனால கரெக்டாக ஜாப் போயிட்டு ஒழுங்காக இருக்கணும், வீட்டுக்கு
கரெக்டாக இருக்கணும்னு தோணுது. பசங்களோட ரொம்ப ஊர் சுற்றிட்டு இருந்தோம். ஓவரா ஓவராக சுற்றிட்டு இருந்தோம். ட்ராவல்னா அங்கே இங்கேன்னு போயிட்டு கேரளா, கர்நாடகா, மைசூர் அங்கே இங்கே ரொம்ப சுற்றிட்டு இருந்தோம். இப்போ வந்து அதை கம்மி பண்ணிக்கிட்டு ஒழுங்காக ஃபேமிலிக்காக இருப்போம்னு சொல்லிட்டு இருக்கோம். அப்படின்னு பேர் என்ன ப்ரோ? பேர் பிரகாஷ். கம்மிட்டடா லவ் இருக்கு இருக்கு. இருக்கு. அதுல எந்த பிரச்சனையும் இல்லையே? அந்த பிரச்சனை இல்லை. லவ்லலாம் எந்த பிரச்சனையும் இல்லை. இல்ல. ஓ கொஞ்சம் வீட்டுக்கு இறக்கமா இருக்கணும்னு நினைக்கிறீங்க. ஆமா. பேர் என்ன ப்ரோ? பேர் பிரகாஷ். பிரகாஷ். உங்க பேரு? ரஞ்சித் குமார். சரி, ஊர் கோயம்புத்தூர். கோயம்புத்தூர். சரி, அப்படியே வச்சுல நீங்க எடுத்த நியூ டிசிஷன்ஸ் என்னடா? ப்ரொடக்டிவாக இருக்கும். ப்ரொடக்டிவா இருக்கணும். சரி, 2024 ஒன் வேர்ட்ல எப்படி இருந்தது? பெஸ்ட்டும் ஒஸ்ட்டும் கலந்து ஒரு எக்ஸ்பீரியன்ஸ் கிடைச்சது. இனிமே தான் அடுத்த பிளான் அந்த பண்ணணும். எக்ஸ்பீரியன்ஸை வச்சு நீ அடுத்து பெட்டரா வரணும் இருக்கு. சரி, பேர் என்னங்க? ஸ்ரீதர். ശ്രീധർ. ഉങ്ക പേര്? ബാലാജി. ജസ്റ്റ് ഈ വർഷം നിങ്ങൾ എടുത്തുള്ള പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാ? നന്നാവണം. അപ്പോൾ മോശമായിരുന്നതാണോ? നന്നാവണം. അതായത് ഈ ക്യാരക്ടർ മാറ്റിയേക്കണം, ഈ സ്വഭാവം വെക്കണം, അങ്ങനെ എന്തെങ്കിലും സ്വഭാവം മാറ്റി ശരി. കഴിഞ്ഞ വർഷം 2024 കഴിഞ്ഞല്ലോ. സോ ആ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ പറയാം. സ്പോർട്സിലാണ് ഏതാണ് ഫുട്ബോൾ? വർഷം നിങ്ങൾ എടുത്തുള്ള പുതിയ തീരുമാനം എന്തൊക്കെയാ? തീരുമാനമൊന്നുമില്ല, നന്നായി പോകണം എന്നുള്ളത് മാത്രമുള്ള ആഗ്രഹം. നന്നായി പോകണം. ഈ ചിലവര് കൂടി നിർത്തണം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം. നന്നായി ഓടുകയല്ലേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടം കിട്ടണം. 2024 ഒറ്റ വാക്കിൽ പറയണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമാണ്. മോശമാണ്. 2005 വലിയ ഗുണം വരുന്ന വിചാരിക്കും. 2024 എന്തെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ വർഷം നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ തീരുമാനം എന്തൊക്കെയാണ്? 2024 ഒറ്റ വാക്കിൽ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഷോക്കായിരുന്നു. വളരെ ഷോക്കായിരുന്നു. 2025 നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? 2024 ഒറ്റ വാക്കിൽ പറഞ്ഞ എങ്ങനെ ബോറായി? പേരെന്താ? സഞ്ജയ്. മാറ്റം വരുത്തുന്ന മറ്റുള്ള ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം വരുന്നത് ഒരുപാടുണ്ട്. ഒരുപാട്. അതിന് 1-2 തീരുമാനങ്ങൾ. മാറ്റം വരുന്നത് സത്യമായി നിർത്തണം. പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. 2024 ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പെണ്ണ് കിട്ടിയപ്പോ എൻജോയ്മെന്റ് പോയി. അതാണ് സത്യാവസ്ഥ. ഇപ്പൊ വീണ്ടും അതിക്ക് കിടക്കണമെന്നൊരു ഫീലിംഗ്. കല്യാണം കഴിഞ്ഞോ അതോ? കല്യാണം കഴിഞ്ഞു. 2024 ഒറ്റ വാക്കിൽ പറയണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ലൈഫായിരുന്നു. ഈ വർഷത്തില് നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ ഡിസിഷൻസ് ഉണ്ട്? ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. ഇല്ല, നമ്മുടെ ഈ ചില ക്യാരക്ടറുകൾ മാറ്റി വെക്കണം. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങള് ചെയ്യാൻ വിചാരിച്ച് ഞങ്ങള് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. ഒഴിവാക്കി. എല്ലാവരും ഒഴിവാക്കി. 2024 കഴിഞ്ഞല്ലോ. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പേരെന്തായിരുന്നു? അതിന്റെ ബെസ്റ്റ് സ്ഥലം ഇവിടെ തന്നെയാണ്. പുതിയ തീരുമാനമുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്ന് ഡയറ്റ് എടുക്കണം, ഷുഗർ ഡയറ്റ്. പിന്നെന്താ വർക്കൗട്ട് ചെയ്യണം. പിന്നെന്താ ഇത്തിരി പഠിക്കണം എന്നും തോന്നുന്നു. പബ്ലിക് എക്സാം ഒക്കെ വരുന്നുണ്ട്. ഇതല്ലേ കഴിഞ്ഞ വർഷവും പ്ലാൻ ചെയ്തു? ഉണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. 2024 എന്റെ സ്ഥിതിക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൂഞ്ചി. ഓപ്പണായി പറഞ്ഞ മൂഞ്ചി. പേരെന്തായിരുന്നു? എന്തൊക്കെയാ? മെയിനായിട്ട് അടി കുറച്ച് കുറയ്ക്കണം. അടി. അതാണ് നമ്മളെ പാലക്കാട് ആരോട് ചോദിച്ചാലും ഇതാണ് എല്ലാവരും പറയുന്നത്, അടി കുറയ്ക്കണം. വേറെ ഇന്നലെ തീരുമാനം എടുത്താണ് ഇനി അടിക്കില്ല എന്ന്. എത്ര ദിവസം പോകും നോക്കാം. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ തീരുമാനം എടുത്ത്? കഴിഞ്ഞ വർഷം അല്ല. ഓക്കെ ഫൈൻ. 2024 കഴിഞ്ഞ സ്ഥിതിക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര കഷ്ടപ്പാടായിരുന്നു നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുക്കുമ്പോ. ഇനിയെങ്കിലും ശരിയാവുമെന്ന് വിചാരിക്കും. പേരെന്താ? രതീഷ്. രതീഷ്.